അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് ചിലയിടത്ത് അപ്പം എന്ന് പറയും, ദോശ എന്ന് പറയും, നീർദോശ എന്നും പറയും. നമ്മുടെ മലബാർ ഏരിയയിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത്. പിന്നെ എല്ലാവരും ഇത് പല രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. ചില സ്ഥലങ്ങളിൽ ഇതിനകത്ത് തേങ്ങയും ചെറിയുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇത് അരി മാത്രം അരച്ചിട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ പൊതുവേ ഇതിനകത്ത് അരി മാത്രം അരച്ചിട്ടാണ് ഉണ്ടാക്കാറ്. നമുക്ക് അരി ഒരു 3-4 മണിക്കൂർ മാത്രം കുതിർത്ത് വെച്ചാൽ മതി. പക്ഷെ ഞങ്ങൾ രാത്രി തന്നെ കഴുകി വൃത്തിയാക്കി ഇട്ട് വെക്കും. അപ്പോൾ നമുക്ക് രാവിലെ അരയ്ക്കാൻ സുഖമായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഏത് കറിയാണെങ്കിലും, ചട്നി ആയാലും നോൺ വെജ് ആയാലും വെജ് ആയാലും ഏത് കറിയാണെങ്കിലും ഇതിലേക്ക് സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടാണെങ്കിൽ കറിയും വേണ്ട. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ 1.5 കപ്പ് റൈസ് ഞാൻ തലേ ദിവസം തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കുതിർക്കാൻ. രാവിലെ അത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി അരക്കാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അരിയുടെ മുകളിൽ ഏകദേശം ഇതുപോലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. പിന്നെ ഇത് നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുക്കാതിരിക്കാവും നല്ലത്. കാരണം ഓരോ റൈസും ഓരോ രീതിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് ചട്ടിയിൽ നിന്ന് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ഞാൻ പൊതുവേ അരക്കുമ്പം ഇതിനൊരു ചെറിയ തരി ഉണ്ടാവും. അങ്ങനെ രീതിയിലാണ് ഞാൻ അരക്കാറുള്ളത്. ചെറിയ തരി, ഒത്തിരി ഒന്നുമില്ല, ചെറിയ രീതിയിലൊരു തരി ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് മാവ് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബാറ്ററിലോട്ട് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ഇതുപോലെ മിക്സി കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. ഇതിൻ്റെ ഈ റൈസിൻ്റെ മാവ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലൂസിലാണ് നമ്മൾ എടുക്കാറുള്ളത്. നമ്മുടെ ദോശയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിക്ക് ഉണ്ടാവും. ഇതങ്ങനെയല്ല. ഇത് നമുക്ക് വെള്ളം പോലെ അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഏകദേശം 1.5 ഗ്ലാസ് റൈസിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളമെങ്കിലും ഒഴിച്ച് ലൂസാക്കിയിട്ടുണ്ട്. ഏകദേശം ഇതുപോലെ നല്ല ലൂസായിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അരക്കണ കൂട്ടത്തിൽ തന്നെ തേങ്ങയെല്ലാം ഇടാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. സാധാരണ ഞങ്ങൾ ഈ ഒരു ചട്ടിയിലാണ് ഈ അപ്പം ചൂടാറുള്ളത്. ഇതിലാവുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. നമ്മൾ സാധാരണ ഫ്രൈ പാനിലൊക്കെ ആകുമ്പം ഇതിന് വേറൊരു ടേസ്റ്റാണ്. ഇനി ഈ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കും. അതിനും വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു ചട്ടിയിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് നമുക്ക് വേറെ ഒന്നിലുണ്ടാക്കിയാലും കിട്ടത്തില്ല. പക്ഷേ നമുക്കിത് ഫ്രൈ പാനിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതുപോലെ ഒരു തവ നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കുക. ശേഷം നമ്മളൊരു അടച്ച് വെച്ച് ഒരു 1/2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിക്കാം. അതായത് ഈ മാവിൻ്റെ കളർ മാറുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 1/2 മിനിറ്റ് മതി, ഒത്തിരി സമയമൊന്നും വേണ്ട. ഒരു 1/2 മിനിറ്റ് നമ്മളിതൊന്ന് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമും അത് കഴിഞ്ഞ് നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. ഇനി നമുക്കിതൊരു 1/2 മിനിറ്റ് ഇതിങ്ങനെ കുക്കായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ അടപ്പ് എടുത്ത് മാറ്റി വയ്ക്കാം. അടപ്പ് മാറ്റിയതിന് ശേഷം നമ്മളൊരു 2-3 സെക്കൻഡ് നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്തും കൂടി കുക്ക് ചെയ്യുന്നുണ്ട്. അതെന്താ വെച്ചാൽ അതിന് മുകളിൽ നമ്മൾ തുറക്കുന്ന സമയത്ത് ചെറിയൊരു ഒട്ടുന്ന ടൈപ്പായിരിക്കും, ഒരു മയം ഇല്ലാത്തമായിരിക്കും. അപ്പോൾ നമ്മളിത് 2 സെക്കൻഡ് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ ഇതിൻ്റെ മേൽഭാഗവും നല്ല സെറ്റായി കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലൊരു പാത്രത്തിലേക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ദോശയും ഇതുപോലെ ചുട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാം ഒരേപോലെ നമ്മൾ ചുട്ടെടുക്കുന്നത്. ഇനി ഞാൻ ഫ്രൈ പാനിൽ ചൂടുന്നത് കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനി ഈ അപ്പം തന്നെ നമ്മൾ ഫ്രൈ പാനിൽ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുഴിഞ്ഞ ഫ്രൈ പാൻ ആകുമ്പോൾ ഒന്നും കൂടി നന്നായിരിക്കും. ഇതുപോലെ എണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇനി ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് സെയിം തന്നെ മറ്റേ നമ്മൾ ചുടുമ്പോൾ തന്നെ സെയിം നമുക്കിതുപോലെ അടച്ചു വെച്ച് ഇത് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇത് രണ്ടിൻ്റെ ഒരു വ്യത്യാസം. നമുക്ക് ഈ ചട്ടിയില്ലെങ്കിലും നീർദോശ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.